നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഫ്രീ ആകണോ? ഒരു കടയിൽ ചെന്ന് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ടാഗ് നോക്കാതെ നിങ്ങൾക്ക് മേടിക്കാനായിട്ടുള്ള ഫ്രീഡം നിങ്ങൾക്ക് വേണോ? എങ്കിൽ ഇത് മനസ്സിലാക്കും. ഇത് റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ കാണിക്കുന്നത് ഒരു സാധാരണ ഒരാളുടെ മണി ഫ്ലോ എങ്ങനെയാണ്, ഒരു വെൽത്തി ആയിട്ടുള്ള ഒരാളുടെ മണി ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് സാധാരണ ഒരാളുടെ ഇൻകം വരുന്നു, ഈ ഇൻകം എക്സ്പെൻസസ് ആയിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നു. അവിടെ കൂടുതലായിട്ടൊരു സേവിങ്സ് ഉണ്ടാവുന്നില്ല, കൂടുതലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് ഉണ്ടാവുന്നില്ല. ഇനി വെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ആ ഒരു ഫ്ലോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട്. ആ ഇൻകത്തിലെ വലിയൊരു ഭാഗം ഇൻവെസ്റ്റ്മെന്റ്സിലേക്കാണ് പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് കൂടുതൽ പണം നമ്മുടെ ഇൻകം ആയിട്ട് വീണ്ടും കൊണ്ടുതരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: പണം ഉണ്ടാക്കി തരുന്ന അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ അസറ്റ്സ് എന്ന് പറയുന്നത് പലതാകാം. റിയൽ എസ്റ്റേറ്റ് ആവാം, ഗോൾഡ് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആവാം. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പോയിന്റിൽ നമുക്ക് ആക്റ്റീവ്ലി നമ്മൾ ഒരു ജോലി ചെയ്യാതെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ സ്വന്തം അസറ്റ്സിൽ നിന്ന് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇൻകം ജനറേറ്റഡ് ആവും. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ട്രൂലി ഫൈനാൻഷ്യലി ഫ്രീ ആയി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.